നമുക്ക് ബാലന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ഇന്ദിരാമ്മ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോ രാജശ്രീ ചോദിച്ചു, അമ്മ എന്ത് വർത്താനമ്മ പറയണേ? ഏ അവിടെ സുകന്യയുടെ വീട്ടുകാർ വന്നില്ലെന്ന് കരുതിയിട്ട് അമ്മ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? അതല്ല രാജശ്രീ, കാര്യം പറഞ്ഞാൽ നിന്റെ ബന്ധുവൊക്കെ തന്നെയാണ്. അല്ലെ, എന്റെ ബന്ധുവാണല്ലോ. പിന്നെ അമ്മ എന്തിനാ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമുണ്ടോ? സുകന്യയുടെ വീട്ടുകാർ വന്നില്ലെന്നും പറഞ്ഞ് നന്ദിത പറഞ്ഞു. അങ്ങനെയല്ലല്ലോ രാജശ്രീ, നാട്ടുനടപ്പനുസരിച്ചു. ഓ, നാട്ടുനടപ്പനുസരിച്ചുള്ള വിവാഹമാണോ നടന്നത് എന്ന് പെട്ടെന്ന് രാജശ്രീ ചോദിക്കുകയാണ്. അത് കേട്ടപ്പോ ഇന്ദിരാമ്മ പറഞ്ഞു, അല്ല, അതിന് കാരണക്കാരാരാ? എന്നെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കരുത്. നാട്ടുനടപ്പ് അനുസരിച്ചുള്ള വിവാഹം നല്ല അതിഗംഭീരമായിട്ട് നടന്നേണല്ലോ. അതെന്തുകൊണ്ടാ മുടങ്ങിയത്? രാജശ്രീ പറഞ്ഞു, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ അമ്മേ, ഇനിയിപ്പൊ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമുണ്ടോ? പിന്നെ സുകന്യയുടെ വീട്ടുകാർ ഇങ്ങോട്ട് വരാത്തതിന് കാരണം എന്താന്ന് അമ്മയ്ക്ക് തന്നെ അറിയാലോ. അവർക്ക് പോലും ഇഷ്ടമില്ലാതെ ഈ ബന്ധം നടന്ന പോലും ഞാനും അച്യുതേട്ടനും ഒക്കെ എത്രമാത്രം കാലക്കയ്യെ പിടിച്ചിട്ടാണെന്നറിയോ കൃത്യസമയത്ത് തന്നെ ധർമ്മന് വേണ്ടിയിട്ട് സുകന്യയെ കണ്ടെത്തിയത്. അവരെ കൊണ്ടൊന്ന് സമ്മതിപ്പിക്കാന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. എന്നിട്ട് പോലും സുകന്യ സമ്മതിച്ചില്ലേ, ധർമ്മന്റെ ജീവിതത്തിലേക്ക് വന്നില്ലേ? അമ്മ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ല നന്ദിയുടെ അടുത്ത് ഞാൻ എന്ത് ചോദിച്ചോട്ടെ, ആ സമയത്ത് സുകന്യ വിവാഹത്തിന് സമ്മതിച്ചില്ലായിരുന്നെങ്കിലോ? പിന്നെ ധർമ്മൻ ഈ ജീവിതത്തിൽ ഒരു പെണ്ണ് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അവൻ കല്യാണം കഴിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ എല്ലാരും സുകന്യയോട് നന്ദി പറയല്ലേ ചെയ്യണ്ടേ? അത് കേട്ടോ ഇന്ദിരാമ്മ പറഞ്ഞു, അതൊക്കെ ശരിയാ എന്നെ അമ്മ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ലൊരു പെൺകുട്ടിയാ അവള്. അല്ല, അവള് പിറ്റേ ദിവസം ഇവിടെ വന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ അങ്ങോട്ട് മറന്നു പോയിട്ടില്ല. ആ സമയം നന്ദിത പറഞ്ഞു, അതെ, ദേവമംഗലത്ത് അത്ര നല്ല സന്തോഷമുള്ളൊരു വീടാ. അവിടെ തന്നെ അവള് അലങ്കോലമാക്കാൻ നോക്കിയില്ലേ? അവിടുത്തെ ഓരോ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തില്ലേ? അതെ നന്ദിയടുത്തി, ഈ പറയുന്ന ധർമ്മന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ധർമ്മനെ ഈ പറയുന്ന അവരെല്ലാരും സ്നേഹിച്ച് വശത്താക്കി വെച്ചോണ്ടിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് സുകന്യ വന്നിരുമ്പോ സുകന്യക്ക് അതങ്ങൾ ഇഷ്ടപ്പെടണമെന്ന് ഒന്നുമില്ല. സുകന്യ വേറൊരു വീട്ടിൽ നിന്ന് വന്ന പെണ്ണ. പെട്ടെന്ന് അവൾക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. ധർമ്മനെ അവര് മയക്കെടുത്ത് കോമഡി സ്റ്റോഴ്സിൽ എടുത്തു കൊടുപ്പക്കാരനാക്കി വെച്ചോണ്ടിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് സുകന്യ അങ്ങനെ ആണെന്ന് ഒരു നിർബന്ധം ഇല്ലാന്ന് പറഞ്ഞു. പിന്നീട് ഇന്ദിരാമ്മയോട് എന്ന് പറഞ്ഞു, അതെ, സുകന്യ ഒരു പാവം പിടിച്ച പെൺകൊച്ച, എന്റെ ബന്ധു അല്ലേ, എനിക്ക് അവളെ അറിയാന്ന് പറയണ. ഇന്ദിരാമ്മ പറഞ്ഞു, എന്നാലും സുകന്യയുടെ വീട്ടിൽ നിന്നൊക്കെ വരണം, അത് അതിന്റെ ശരിയെന്ന് പറയാണ്. രാജശ്രീ പറഞ്ഞു, സമയമുണ്ടല്ലോ അമ്മേ, പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ദേവമംഗലത്ത് എല്ലാരും ആഹാരം കഴിക്കാനിരിക്കുക. കോമതി സുകന്യയും കൂടെയാണ് വിളമ്പി കൊടുക്കണേ. അങ്ങനെ വിളമ്പി കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഗോമതിയോട് സുകന്യ പറഞ്ഞു, ചേച്ചി എന്തിനാ കഴിയാതിരിക്കുന്ന? ചേച്ചി ഇരിക്കുക, ഞാൻ ചേച്ചിക്ക് വിളമ്പി തരാന്ന് പറയണ. അല്ല, സുകന്യ ചേച്ചിയും കൂടെ അവിടെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഗോമതിക്ക് സുകന്യ വിളമ്പി കൊടുക്കുക. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഗോമതി പറഞ്ഞു, അതെ, ഇങ്ങനെ തന്നെ വേണം കുടുംബം മുന്നോട്ട് പോകാനായിട്ട്. എപ്പോഴും നല്ല ഒത്തൊരുമയോട് സ്നേഹത്തോടു കൂടി വേണം മുന്നോട്ട് പോകാനായിട്ട്. ബാലനും പറഞ്ഞു, അതെ, ഈ കുടുംബത്തിലൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. പരസ്പരം മനസ്സിലാക്കി തിരിച്ചറിഞ്ഞും വേണം നമ്മള് ജീവിതം മുന്നോട്ട് നയിക്കണ്ടേ എന്നൊക്കെ ബാലനൊരു ഉപദേശം കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് സുകന്യ പറഞ്ഞു, എനിക്കും അങ്ങനെ പോകാൻ തന്നെ താല്പര്യം. പിന്നെ മീനാക്ഷിയുടെ മിത്രയുടെ ദേവിയുടെ ഒക്കെ വിചാരം ഞാൻ അവരെ അന്യരായിട്ട് കാണുന്നു, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയോ ഇവിടെ ചെയ്തു കൂട്ടുന്ന ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ട്. അവർക്ക് എന്നെ അത്രയും കൂടെ പിടിച്ചിട്ടില്ല എന്ന് തോന്നേ. ദേവി പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല സുകന്യേച്ചി. പിന്നെ നമ്മളെല്ലാരെ എല്ലാം ഒന്ന് മനസ്സിലാക്കി വരാനായിട്ട് ഇച്ചിരി സമയം പിടിക്കില്ലേ? പുറമെ സുകന്യേച്ചി പരക്കെ സ്വഭാവമാണെങ്കിലും ചിലപ്പോ ഉള്ളിൽ നല്ല സ്വഭാവമായിരിക്കും. കണ്ടില്ലേ, ബാലച്ചനെ പോലെ തന്നെ എന്നൊക്കെ ഇങ്ങനെ ശ്രീദേവിയും പറയാണ്. ആ സമയത്ത് ധർമ്മനോട് ആകാശ് ചോദിച്ചു, എന്ത് പറ്റി മാമന്റെ ഭാര്യയ്ക്ക് ഭയങ്കര മാറ്റമുള്ളൂന്ന് പറഞ്ഞു. ധർമ്മം പറഞ്ഞു, അതാടാ എനിക്ക് മനസ്സിലാകാത്ത. എന്റെ ദൈവമേ, വലുതൊന്നും വരാതിരുന്നാ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ധർമ്മനും പറയാണ്. ഈ സമയം സുകന്യ പറഞ്ഞു, അതെ, എനിക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നതിനോടാ താല്പര്യം, എല്ലാവരുമായിട്ട് സന്തോഷത്തോടും സ്നേഹത്തോടും കൂടിയിട്ട്. ആ സമയം ബാലൻ പറഞ്ഞു, അതെ, പരസ്പരം നിങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കണമെന്ന് പറയണം. ഞാൻ മനസ്സ് തുറന്നൊക്കെ സംസാരിക്കാണ്ട്, പക്ഷെ ധർമ്മേട്ടന്റേതായ ഒരു കാര്യങ്ങൾ പോലും എന്നോട് പറയാറില്ല. ഇപ്പൊ തന്നെ ധർമ്മേട്ടൻ കോമഡി സ്റ്റോഴ്സിൽ നിന്ന് എത്ര രൂപ ശമ്പളം കിട്ടുന്നുണ്ടെന്ന് എന്നോട് പറയാറില്ല. ഞാൻ എത്ര വട്ടം ചോദിച്ചെന്നറിയാം അതിനെ കുറിച്ചൊക്കെ. പക്ഷെ ധർമ്മേട്ടൻ ഒഴിഞ്ഞു മാറി നിൽക്കുക. അല്ല, ഒരു 40-50,000 രൂപ കാണും അല്ലെ ബാലേട്ടാന്ന് ചോദിക്കണം. അത് കേട്ടതും ധർമ്മനും ആകാശും അവരെല്ലാരും കൂടെ പരസ്പരം നോക്കുകയാണ്. അല്ല, ബാലേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തെ? 40,000-50,000 രൂപ കാണുമല്ലേ? അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, അതെ, നിനക്ക് എന്തിനാ സുകന്യ ഇതൊക്കെ അറിയണ്ടേ? നീ എന്തിനാ ഇതൊക്കെ അറിയണെന്ന് ചോദിച്ചു. അല്ല, ബാലണ്ണല്ലേ പറഞ്ഞേ പരസ്പരം ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെക്കണമെന്ന്. അപ്പൊ എനിക്ക് അറിയാനായിട്ട് അവകാശമില്ലേ ഭർത്താവിന് എത്ര രൂപ സാലറി കിട്ടുന്നുണ്ടെന്ന്? അല്ല ആകാശേ, നിനക്ക് എത്ര രൂപ കിട്ടുന്നുണ്ടെന്ന് ചോദിക്കണം. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, ഈ പറയുന്ന മാമന് കിട്ടുന്നേക്കാളും കുറച്ചുകൂടെ കൂടുതൽ എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ പോരാത്തിന് ബോണസും അലവൻസും അതുപോലെ തന്നെ ശമ്പളത്തോടു കൂടിയ ലീവൊക്കെ ഉണ്ടെന്ന് പറയാണ്.
അത് കേട്ടപ്പോൾ സുകന്യ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു. ഈ സമയത്ത് ശ്രീദേവി പറഞ്ഞു, സുകന്യേച്ചി ഇപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കേണ്ട കാര്യമുണ്ടോ? എന്താണെങ്കിലും ഗോമതി സ്റ്റോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും കൂടെ അല്ലേ, എല്ലാവരുടെയും കടയല്ലേ. അപ്പൊ സ്വന്തം കടയാകുമ്പോ അതിനകത്ത് ഇപ്പൊ ആരും അങ്ങനെ അധികം കണക്കുകളും കാര്യങ്ങളൊന്നും വെക്കുന്നില്ലോ എന്ന് പറയണം. ആ സമയം സുകന്യ പറഞ്ഞു, എന്നാലും അതല്ലോ അതിന്റെ ശരി. ധർമ്മേണ്ട എത്ര രൂപ കിട്ടുന്നുണ്ടെന്ന് അറിയണ്ടേ? ധർമ്മം പറഞ്ഞു, അത് സുകന്യെ നീ കൂടുതൽ അതിനെക്കുറിച്ച് ചകഞ്ഞ് ചിന്തിക്കാൻ പോണ്ട. ബാലേട്ടന് ഓരോന്നിനും ഓരോ കണക്ക് വെച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പുസ്തകത്തിൽ എഴുതി ഇടാറുണ്ട്. 1 മണി അരിക്ക് പോലും ബാലേട്ടന്റെ മുന്നിൽ കണക്കുണ്ടെന്ന് പറയണം. സുകന്യ പറഞ്ഞു, പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ട് കാര്യമില്ലല്ലോ, പുസ്തകത്തിൽ നിന്ന് അതിങ്ങോട്ടേക്ക് തരണ്ടേ, എങ്കിൽ മാത്രമല്ല കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അല്ല ഭാവിയില് ഗോമതി സ്റ്റോഴ്സിൽ ജോലി എടുക്കുന്നോണ്ട് ധർമ്മേണ്ണ ഒരു കുടുംബം പുറത്തു പോകാൻ പറ്റുമല്ലോ എന്നൊക്കെ ഞാൻ അറിയണ്ടേ? ഞാൻ ഒന്നുമില്ലല്ലോ, ഞാനൊരു ഭാര്യയല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ആ കാര്യം ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. ഗോമതി സ്റ്റോഴ്സിലെ ധർമ്മൻ ഒരു ജോലിക്കാരനായിട്ടല്ല നിൽക്കുന്നേ, ധർമ്മന്റെയും കൂടെയാണ് ഗോമതി സ്റ്റോഴ്സ്. ഇപ്പൊ സുകന്യ പറയുന്ന പോലെ എല്ലാവരുടെയും കൂടെ സ്ഥാപനമാണെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോ സുകന്യ പറഞ്ഞു, ആണോ, അങ്ങനെയാണോ? അല്ല അതിന് വല്ല രേഖകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ ബാലേട്ട? ഈ പറയുന്ന ധർമ്മേട്ടനും കൂടെ ആന്ന് പറഞ്ഞല്ലോ, അതിന് രേഖകളെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ബാലിന് അടിയായിപ്പോയി. അതാരും പെട്ടെന്നൊന്നും പ്രതീക്ഷിച്ച കാര്യമല്ല ഇങ്ങനൊരു ചോദ്യം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, സുകന്യ നീ ഒന്ന് നിർത്തുന്നുണ്ടോ? മീനാക്ഷി പറഞ്ഞു, സുകന്യേച്ചി ഇപ്പൊ എന്തിനാ ഇതിനെക്കുറിച്ചൊക്കെ പറയണേ? അല്ല ഗോമതി സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ സ്വന്തമാണെന്ന് പറഞ്ഞല്ലോ, ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊരു ചർച്ച വേണ്ട, അതിന്റെ ആവശ്യമില്ല. മിത്ര പറഞ്ഞു, സുകന്യേച്ചി ഒരു കാര്യം ചെയ്യുക, ആഹാരം കഴിക്കാണ്ടിരിക്കുക, എല്ലാവരും സന്തോഷത്തോടുകൂടി കഴിക്കുമല്ലേ, ഇരുന്ന് കഴിക്കാനായിട്ടൊക്കെ പറഞ്ഞു. ആ സമയത്ത് ആകാശ് പറഞ്ഞു, ഞാനിന്ന് രസം പിടിച്ച് വരുമായിരുന്നു, എനിക്കോ ചോദിക്കാൻ പറ്റുന്നില്ല, ബാക്കി എല്ലാവരും ചോദിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ധർമ്മം പറഞ്ഞു, നീ ഒന്നും മിണ്ടായിരിക്കുക ആകാശം എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ധർമ്മം പറഞ്ഞു, സുകന്യ നിനക്ക് എന്താ അറിയണ്ടേ, നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ശമ്പളത്തെക്കുറിച്ച് അവൾക്ക് അറിയണം പോലും എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുവാണ്. സുകന്യ പറഞ്ഞു, ഇതാ ഇപ്പം നന്നായത്, ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ പറഞ്ഞാൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നില്ല. ഗോമതി സ്റ്റോഴ്സിലെ ധർമ്മേട്ടൻ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ശമ്പളങ്ങളൊക്കെ ഭാര്യയായി ഞാൻ അറിയണ്ടേ, അല്ലേ ബാലേട്ടാ? അത് ചോദിച്ചു കഴിയുമ്പോൾ പറയാൻ മാത്രം ഭയങ്കര ബുദ്ധിമുട്ട്, അല്ല എഴുതി വെച്ചിട്ട് കാര്യമില്ലോ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി കഴിയുമ്പോൾ ബാലൻ അങ്ങ് സങ്കടവും ദേഷ്യമായി. ബാലിന് ആഹാരം പോലും കഴിക്കാതെ അങ്ങോട്ട് പോവാണ്. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും പരസ്പരം നോക്കി. സുകന്യയുടെ നേരെ ശ്രീദേവി മീനാക്ഷി മിത്രയൊക്കെ നോക്കണം. അവർക്ക് നല്ല ദേഷ്യം വന്നു. സുകന്യ മനഃപൂർവ്വം അവിടെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്താന്നുള്ള കാര്യത്തിൽ അവർക്ക് ഒരു സംശയമില്ലായിരുന്നു. ഇത്തിരി കഴിഞ്ഞു കഴിഞ്ഞപ്പം ധർമ്മൻ മുറിയിലേക്ക് വരുവാണ്. മുറിയിലേക്ക് വന്നിട്ട് സുകന്യയോട് ചോദിച്ചു, സുകന്യെ നിനക്ക് എന്തിന്റെ രേഖയെ കിട്ടണ്ടേന്ന് ചോദിക്കുകയാണ്. സുകന്യ ചോദിച്ചു, ഇതെന്താ ധർമ്മേട്ട ഇങ്ങനെ പറയണേ, നിനക്ക് എന്തിന്റെ രേഖയാ വേണ്ടേ? ഗോമതി സ്റ്റോഴ്സില് എനിക്കിവിടെ പങ്കുണ്ടെന്നുള്ളതിന്റെ രേഖയാണോ വേണ്ടത്? നിനക്കിപ്പോ തരാൻ സൗകര്യമില്ല, നീ എന്ത് ചെയ്യും? അതെ, ഈ ഗോമതി സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഇത്രയും കാലം അങ്ങനെ കണ്ടിട്ടുള്ളൂ. എന്നിട്ട് ഇന്നലെ കയറി വന്നാൽ നിനക്ക് രേഖ വേണം പോലുമില്ലേ? അതൊന്നും നടക്കുന്ന കാര്യമല്ല സുകന്യെ. നീ ഗോമതി സ്റ്റോഴ്സിനെ കാണുന്ന അങ്ങനെ രീതിയിലായിരിക്കും, പക്ഷെ ഞങ്ങൾ കാണുന്ന അങ്ങനെയല്ല, നിനക്ക് തെറ്റിപ്പോയെന്ന് പറയണം. സുകന്യ പറഞ്ഞു, ഞാൻ എന്തേലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ധർമ്മേണ്ണൻ എന്നോട് വന്ന് ദേഷ്യപ്പെടുന്ന എന്തിനാ? ദേഷ്യപ്പെടാതിരിക്കാൻ പറ്റില്ല. അതെ, നീ വേറെ ആരുടെ എന്ത് വേണം പറഞ്ഞു, പക്ഷെ ബാലേട്ടനോട് പറഞ്ഞാണ്ടല്ലോ, ബാലേട്ടൻ ഞങ്ങൾ അങ്ങനെയാ കണ്ടും കരുതി മുന്നോട്ട് പോകുന്നേ. അതിന്റെ ഇടയ്ക്കിലേക്കാ നീ വന്നിട്ട് രേഖ വേണം, അത് വേണം, ഇത് വേണമെന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നേ. വെറുതെ പ്രശ്നം ഉണ്ടാക്കാന്നല്ലാതെ ഇതിനകത്ത് കൂടുതലൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പറഞ്ഞു കേട്ടല്ലോ, മേലാൽ ഇനി ഇമാതിരി സംസാരമായിട്ട് വന്നേക്കരുത്, അവൾക്ക് രേഖ വേണം പോലും എന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോ സുകന്യ ധർമ്മനെ നോക്കി, എന്നിട്ട് പോയി പെട്ടി എടുത്തു വെച്ചു. അവളുടെ സ്ഥിരം പരിപാടി ഇത്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ധർമ്മനെ ഭീഷണിപ്പെടുത്താനൊരു പെട്ടി എടുത്തു വെക്കും, ഡ്രസ്സൊക്കെ എടുത്തു വെക്കാൻ തുടങ്ങുക. എന്നിട്ട് ചോദിച്ചു, അല്ല ധർമ്മേട്ട എനിക്കൊരു ടാക്സി പിടിച്ചു തരാൻ പറ്റുമോ? എന്തിന്? എനിക്ക് വീട്ടിൽ പോനാ. ഈ സമയത്തോ? പിന്നല്ലാതെ, എനിക്കിവിടെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ, പിന്നെ ഞാനെന്തിനും ഇവിടെ നിൽക്കുന്നേ? ഞാൻ ധർമ്മേട്ടനോട് എത്ര വട്ടം ചോദിച്ചു എത്ര രൂപ സാലറി ഉണ്ടെന്ന്, ധർമ്മേട്ടൻ പറയാൻ കൂട്ടാക്കിയോ? എന്നോട് പറയാൻ പറ്റില്ല. പിന്നെ ബാലേട്ടനോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോഴത്തേനും ധർമ്മേട്ടൻ എന്റെ തർക്കുത്തരമായിട്ട് വരും. ധർമ്മേട്ടൻ ഒന്ന് ആലോചിച്ചു നോക്ക്, കല്യാണം പോലും നടക്കാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ധർമ്മേട്ടന്റെ ജീവിതം എന്തായി തീർന്നേനും. എന്നെ പോലൊരു പെണ്ണ് ധർമ്മേട്ടനെ കെട്ടാൻ തന്നെ തയ്യാറായില്ലേ, അത് തന്നെ മഹാഭാഗ്യം എന്നല്ല കരുതണ്ടേ? എന്നിട്ടോ എനിക്ക് ധർമ്മേട്ടന്റെ സ്വഭാവം എന്താ ഏതാന്ന് പോലും അറിയത്തുണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും ഞാൻ ജീവിതത്തിലേക്ക് കടന്നു വന്നു. എന്നിട്ടാണ് എനിക്കിപ്പോ ഈ കുറ്റപ്പെടുത്തലും മറ്റുമൊക്കെ. അല്ല ധർമ്മേട്ടൻ പറ, ഞാൻ പോണോ അതോ ഈ വീട്ടിൽ നിൽക്കണോ പോണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ധർമ്മൻ ആകെപ്പാടെ പെട്ടുപോയി. പാവം, നല്ല സങ്കടമായി അതിന്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് സുകന്യ പെട്ടിയും പ്രമാണം എടുത്ത് പാനിട്ട് ഒരുങ്ങുക. ഈ വീട്ടിൽ ഇനി ഏത് പ്രശ്നമാവുമല്ലോ എന്ന് ഓർത്തിട്ട് മാത്രം ധർമ്മൻ ക്ഷമിക്കുകയാണ്. ധർമ്മൻ ആകെപ്പാടെ വിഷമിച്ചിരിക്കുക, എന്ത് ചെയ്യണമെന്നറിയില്ലാതെ. അപ്പോഴേക്കാണ് മിത്ര അങ്ങോട്ട് വരുന്നത്.
മിത്ര ഒന്ന് ചോദിച്ചു, അല്ല നിങ്ങൾ കിടക്കാൻ തുടങ്ങുമായിരുന്നോ? ധർമ്മം പറഞ്ഞു, അല്ല മോളെ എന്താ? അതെ, സുകന്യടുത്തി സുകന്യേച്ചി പുറത്തേക്കൊന്ന് വരാമെന്ന് ചോദിക്കുക. എന്താ? കുറച്ച് സംസാരിക്കാണ്ട്, ഒന്ന് വരാമോ എന്ന് ചോദിക്കുകയാണ്. സുകന്യ ധർമ്മനെ ഒന്ന് നോക്കി. സുകന്യക്ക് മനസ്സിലായി തനിക്കിട്ടുള്ള എന്തോ ഒരു പണിയാന്നുള്ള കാര്യം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.